തിരുവനന്തപുരം നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരു മരണം ഉണ്ടായ വാർത്ത. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് കടക്കുന്നത്. കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ അപകടത്തിൽ. ബസ് ഡ്രൈവർ ഒറ്റശേഖരമംഗലം സ്വദേശി ഡ്രൈവർ അരുൾദാസ് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇത് സംബന്ധിച്ച് അമിത വേഗതയിൽ പെട്ടെന്ന് വെട്ടിത്തിരിക്കാൻ നോക്കിയതാണ് അപകട കാരണമെന്ന് സിഐയോട് ഡ്രൈവർ മൊഴി നൽകിയിട്ടുമുണ്ട്. ഏതായാലും ഇതിന്റെ വിശദാംശങ്ങളുമായിട്ട് സുലേഖയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ആദ്യം തന്നെ സുലേഖ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുലേഖ, രാവിലെ തന്നെ ഒരു നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തയുടെ വിവരങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു മരണം നടന്ന അപകടം, അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഡ്രൈവർ പിടിയിലായിട്ടുണ്ട്. ഇയാൾ ചില കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുമുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്തായാലും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഒരു ദുഃഖകരമായൊരു വാർത്ത തന്നെയാണ് രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ 10:30 കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു അപകടം നെടുമങ്ങാട് ഇരിഞ്ചിയം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് തലകീഴായി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ബസ് റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് മറിഞ്ഞ് വീണ് അത്തരത്തിലുള്ളൊരു അപകടമാണ് ഇന്നലെ ഉണ്ടായത്. ഈ സംഭവത്തിൽ 40-ലധികം പേർക്ക് പരിക്കേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഡ്രൈവറെ കാണാതെ പോകുന്നൊരു സാഹചര്യം, ഈ ഡ്രൈവർ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചയോട് കൂടിയാണ് പോലീസ് ഈ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തത്. ഈ ഡ്രൈവറിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. രഞ്ജു എന്ന് വിളിക്കുന്ന അരുൾദാസ് 34 വയസ്സുകാരനാണ്. അദ്ദേഹമാണ് ഈ ബസ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഓടിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെടുന്ന ഒരു സമയത്ത് ഈ ബസ്സിൽ നിന്നും അല്ലെങ്കിൽ ഈ സംഭവ സ്ഥലത്ത് നിന്നും ഓടിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇയാൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ, സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥലത്ത് പോലീസ് തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യം മാൻ മിസ്സിങ്ങിന് കേസെടുത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയത്. അതിനുശേഷം ഈ സ്ഥലത്തും ഇല്ല എന്നത് കണ്ടതിനെ തുടർന്ന് ഈ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള പരിശോധന വ്യാപിക്കുകയായിരുന്നു. അതിനിടയിലാണ് സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇയാൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഈ അപകടം നടന്നത് പെട്ടെന്ന് ഈ ആംബുലൻസിന് സൈഡ് കൊടുക്കുമ്പോൾ വെട്ടിത്തിരിഞ്ഞാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത് എന്നതാണ് ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ ഡ്രൈവറെ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഇന്നലെ ഈ അപകടം നടന്ന സമയത്ത് ആദ്യം പുറത്ത് വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ഡ്രൈവർ എന്ന് പറയുന്ന ആൾ മദ്യപിച്ചു എന്നൊരു കാര്യമാണ്. പക്ഷേ അതിൽ സ്ഥിരീകരണം വരണമെങ്കിൽ പരിശോധനകൾ അടക്കമുള്ള ഒരു കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കാര്യം, അതായത് ഡ്രൈവർ മദ്യപിച്ചിട്ട് ഉണ്ടായിരുന്നില്ല എന്നതാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും അത് പരിശോധനകൾ അടക്കം നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുത്താൻ കഴിയുള്ളൂ എന്നത് തന്നെയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ, 60 വയസ്സുകാരിയായിട്ടുള്ള ദാസിനി എന്ന് പറയുന്ന സ്ത്രീ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കൊന്നും തന്നെ അത്തരത്തിൽ സാരമായ പരിക്കുകളില്ല എന്നത് ആശ്വാസം പകരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. 1 വയസ്സുള്ള കുട്ടിയടക്കമുള്ള ആളുകൾ ഈ ബസ്സിലുണ്ടായിരുന്നു. ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ 65 വയസ്സുള്ള ആളുകൾ വരെ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. 3 ദിവസത്തെ വിനോദസഞ്ചാര യാത്രയ്ക്ക് വേണ്ടി മൂന്നാറിലേക്ക്, കമ്പം തേനി വഴി മൂന്നാറിലേക്ക് പോകാനുള്ളൊരു ട്രിപ്പ് പ്ലാനാണ് ഇവർ സജ്ജീകരിച്ചിട്ടുള്ളത്. നാട്ടുകാരൊക്കെ ചേർന്ന് ഇത്തരത്തിലൊരു സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ളൊരു വിനോദസഞ്ചാര യാത്രയായിരുന്നു ഇത്. മൂന്നാറിലേക്ക് ഉള്ള യാത്രയായിരുന്നു. ഇത്തരത്തിൽ വളരെ സന്തോഷിച്ചു പോകുന്ന ഒരു യാത്രയ്ക്കിടയിലാണ് ഇത്തരത്തിലുള്ള ദാരുണമായൊരു സംഭവം അല്ലെങ്കിൽ സങ്കടകരമായൊരു സംഭവം നടന്നത് എന്നത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 49-ലധികം ആളുകൾ ഈ ബസ്സിലുണ്ടായിരുന്നു. 60 പേർക്ക് യാത്ര ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഹെർബോൺ എന്ന് പറയുന്ന ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഇതിൽ
49 അധികം ആളുകളിൽ കൂടുതൽ പേരും ചികിത്സ തേടിയിട്ടുള്ളത് മെഡിക്കൽ കോളേജിലാണ്. ഇതിൽ 10 കുട്ടികളുണ്ട്. 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ SIT ആശുപത്രിയിലാണ് ചികിത്സ തേടിയിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ തന്നെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ആദ്യഘട്ടത്തിൽ കാഷ്വാലിറ്റിയിലും പിന്നീട് ഇവരെ വാർഡിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആളുകളുടെ പരിക്കുകൾ അത്ര ഗുരുതരമല്ല എന്നത് വളരെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ ഒരു സ്ത്രീ 60 വയസ്സുകാരിയായ ദാസിനി എന്ന് പറയുന്ന സ്ത്രീയുടെ മരണം അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഡ്രൈവറെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉടനടി തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും ഇതിൽ ഈ സ്ത്രീയുടെ ഈ ഡ്രൈവറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മെഡിക്കൽ അടക്കം എടുത്തുകൊണ്ടുള്ള പരിശോധന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അപകടം, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അപകടം നടന്നത് എന്നതൊക്കെയും ഈ ഡ്രൈവറിൽ നിന്ന് ചോദിച്ചറിയേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ എതിരെ വന്ന ആംബുലൻസിന് സൈഡ് കൊടുക്കുന്ന സമയത്ത് ഈ സ്കിഡായി ബസ് മറിയുകയായിരുന്നു എന്നതാണ്. നമുക്ക് ഈ ബസ് മറിഞ്ഞ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്നലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഈ ഒരു ബസ് മറിഞ്ഞ ദൃശ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വളരെ വലിയ രീതിയിൽ തന്നെ ഒരു ഭീതി ജനിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളായിരുന്നു അത്. കാരണം തലകീഴായി ഒരു സൈഡിലേക്ക് ബസ് മറിയുന്ന ഒരു ദൃശ്യമാണ് ഇന്നലെയൊക്കെ തന്നെയും പുറത്തു വന്നിരുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ തന്നെയായിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ തന്നെയും. അത് ഈ ബസ് ഉയർത്തി ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തി ബസ്സിൽ ഉള്ളിലടക്കം പരിശോധന നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ അപകടം നടന്ന സമയത്ത് കൃത്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തി, അല്ലെങ്കിൽ ആ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി അല്ലെങ്കിൽ ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെയും പിന്നീട് ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള ആളുകളുടെ സഹായത്തോടെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ജനപ്രതിനിധികളടക്കം രാജ്യസഭ MP അഡ്വക്കേറ്റ് A റഹീം, അതിനൊപ്പം തന്നെ മന്ത്രി GR അനിൽ അടക്കമുള്ള ആളുകൾ മെഡിക്കൽ കോളേജിലും സംഭവ സ്ഥലത്തുമൊക്കെ എത്തി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ രാജ്യസഭ MP A റഹീം ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് നേതൃത്വം നൽകുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ എല്ലാ ആളുകളും, എല്ലാ സന്നദ്ധ സംഘടനകൾ, DYFI അടക്കമുള്ള CPIM-ന്റെ സന്നദ്ധ സംഘടനകളൊക്കെ തന്നെയും ഇത്തരത്തിൽ എല്ലാ ആവശ്യങ്ങൾക്കും ഈ കൂടി ഉണ്ടായിരുന്നു, ആളുകളുടെ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒന്നിടപെടുകയാണ് ഈ മേഖല, ഈ അപകടം നടന്ന മേഖലയെ കുറിച്ച്, അല്ലെങ്കിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണോ? അത്തരത്തിൽ എന്തെങ്കിലും പരാതിയോ മറ്റോ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടോ? അതോ ഈ ബസിന്റെ സ്പീഡ് തന്നെയാണ് ഇതിൽ പ്രധാനമായും വഴിവെച്ചത് എന്ന പൂർണ്ണ നിഗമനത്തിൽ തന്നെയാണോ എത്തേണ്ടത്? പ്രിയ, എന്തായാലും ഈ സംഭവം ഇരിഞ്ചിയം എന്ന് പറയുന്നത് വളരെ വളവുകളുള്ളൊരു സ്ഥലമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഈ വളവിൽ വെച്ച് ഈ ആംബുലൻസിനെതിരെ വന്ന ആംബുലൻസിന് സൈഡ് കൊടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ബസ് മറിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു വളരെ വളവുകൾ നിറഞ്ഞൊരു സ്ഥലമാണ് ഇരിഞ്ചിയം എന്നത് തന്നെയാണ് നാട്ടുകാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും കൂടുതൽ പരിശോധനകളൊക്കെ തന്നെയും നടക്കുന്നുണ്ട്. എന്തായാലും സംഭവ സ്ഥലത്ത് നിന്ന് ബസ്സിനെയും അതിനൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഇവിടെ കൃത്യമായ രീതിയിലുള്ള ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇന്നലെ ഫയർഫോഴ്സ് സംഘം ഈ സ്ഥലത്ത് നിന്ന് മാറിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പരിശോധനകളും അതിനൊപ്പം തന്നെ കൂടുതൽ നടപടികളും വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം എന്ന് പറയുന്നത് ഇതിൽ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഡ്രൈവറുടെ ചോദ്യം ചെയ്യലടക്കം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ നടക്കും. ഈ ഡ്രൈവറുടെ കാര്യം കൂടി പരിശോധിച്ച ശേഷം മാത്രമേ ഇത്തരത്തിൽ ഏത് രീതിയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പ് വരുത്താൻ കഴിയുകയുള്ളൂ. ഇതിൽ ആദ്യഘട്ടത്തിൽ ഇന്നലെ ഈ അപകടം നടന്ന സമയത്ത് തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നതാണ്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിന് മെഡിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ, ഈ ഡ്രൈവറുടെ മെഡിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ ഇതിന് സ്ഥിരീകരണം ഉണ്ടാകൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അപകടത്തിൽ 60 വയസ്സുകാരിയായ ദാസിനി എന്ന് പറയുന്ന സ്ത്രീ മരിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ശരി സുരേഖ, തിരുവനന്തപുരം നെടുമ്പങ്ങാട് ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. സംഭവത്തിൽ ഇപ്പോൾ ഡ്രൈവർ
കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇന്നലെ ഈ അപകടം സംഭവിച്ച ഉടൻ തന്നെ ഈ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അയാൾ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അയാളിൽ നിന്നും ആരായണം. ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അമിത വേഗതയായിരുന്നു ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ്. അത് ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. 49 ആളുകൾ ഈ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ മരിച്ചു. മറ്റുള്ളവർക്ക് എന്തെല്ലാം ആശ്വസിക്കാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് നിസ്സാരമായ പരിക്കുകളോടെ അവരൊക്കെയും ചികിത്സയിൽ തുടരുന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.